ഉത്തരവാദിത്തമാണ് നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ ചുറ്റുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെ ഭൂമിയുടെ ഉപ്പാണ്, ഭൂമിയുടെ വെളിച്ചമാണെന്നൊക്കെ പറയാൻ കാരണം അതാണ്. ഇന്ന് പൽക്കാലം അതൊന്ന് ഓർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ സമൂഹത്തെപ്പറ്റി നമ്മൾ ഉത്തരവാദിത്തപ്പെടേണ്ട കാലഘട്ടമാണ്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്ന് നിരന്തരം കേൾക്കുന്നത് കൊലപാതക കഥ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് അപ്രതീക്ഷിതമായി ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള തിന്മകൾ വ്യാപിക്കുന്നു, തലമുറകൾ അപകടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ്. നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ദൈവജനം വളരെ ഉത്തരവാദിത്തോടെ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കുടുംബത്തെ പറ്റിയുള്ള ചിന്തകളാണ്. വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ നിന്ന് കുടുംബത്തെപ്പറ്റി ചിന്തിക്കുവാൻ, കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റിയൊക്കെ പഠിക്കുവാനിടയായി. ഇന്ന് തൊട്ട് നമ്മൾ വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തന്നെ പോവുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പഠനവും അതിൻ്റെ തുടർച്ചയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 8-ാം അധ്യായമാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം. ബൈബിൾ കയ്യിലുള്ളവരെല്ലാം ദയവായി എടുക്കുക. നമ്മൾ 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ദൈവം സഹായിക്കട്ടെ. കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവ് ഉണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെക്കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിലും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന കർത്താവും നമുക്ക് ഉണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്നുവെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാതെ ഇരുന്നാൽ നമുക്ക് നഷ്ടമില്ല, എന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്കൽ ആകാതെ ഇരിക്കുവാൻ നോക്കുവിൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കുകയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ച് പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായിത്തീരും എങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. ആമേൻ. താങ്ക് യു. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളുണ്ട്. ഭിന്നതയെപ്പറ്റി, പരസ്പരമുള്ള വിഘടനങ്ങളെപ്പറ്റി, വിവാഹത്തെപ്പറ്റി, കുടുംബത്തെപ്പറ്റി, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെപ്പറ്റി ഒക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിനോട് സംവദിക്കുന്ന, അതിനോട് മറുപടി പറയുന്ന ഒരു ചരിത്രമാണ് അതിൻ്റെ പുറകിൽ നമ്മൾ കാണുന്നത്. ഈ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയുവാനായിട്ട് ദൈവാത്മാവിൽ പ്രിയമുള്ള എഴുത്തുകാരൻ പൗലോസ് അപ്പോസ്തലൻ തയ്യാറാകുന്നു. വിഗ്രഹാർപ്പിതം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. വിഗ്രഹാർപ്പിതം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. വിഗ്രഹങ്ങൾക്ക് നേദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങളിൽ ദൈവ മുമ്പാകെ, അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നേദിച്ചത്, അർപ്പിച്ചതായ ഭക്ഷ്യപദാർത്ഥങ്ങൾ
നമുക്ക് നമ്മുടെ ഭാഷയിൽ പല വാക്കുകൾ അതിനുണ്ട്. നിവേദ്യമെന്നോ അങ്ങനെ എന്തൊക്കെ പല വാക്കുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെ പറ്റിയാണ് ഈ പറയുന്നത്, വിഗ്രഹാർപ്പിതങ്ങളെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായി. അതിന് മറുപടി പറയുന്നതാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അതിൻ്റെ ആ ഒരു നക്ഷൽ ഇതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് ഇങ്ങനെ പറയാം: വിശ്വാസത്തിൽ ബലഹീനരായവരെ കരുതുക, വിശ്വാസ ബലഹീനരായവരെ താങ്ങുക എന്നുള്ള ആ ഒരു ടൈറ്റിലായിരിക്കും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. വിശ്വാസത്തിൽ ശക്തന്മാരും വിശ്വാസത്തിൽ ബലഹീനരുമുണ്ട് ഒരു സഭാഗാത്രത്തിൽ, സഭാ സമൂഹത്തിലുണ്ട്. ആ ശക്തി എന്താണ്, ബലഹീനത എന്താണെന്ന് നമുക്ക് സാധാരണ മനസ്സിലാകുന്ന പോലെയല്ല ഇവിടെ വെളിപ്പെട്ട് വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വചനത്തിൽ നോക്കിയിരുന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ്, ഏതാണ് ശക്തി, ഏതാണ് ശക്തി ഇല്ലായ്മ എന്ന് തിരിച്ചറിയുക. ഇവിടെ എന്തിനെയാണ് ബലഹീനൻ അല്ലെങ്കിൽ ബലമുള്ളവൻ എന്നൊക്കെ ഈ പൗലോസ് അപ്പോസ്തലൻ വകതിരിച്ച് പറയുന്നത് എന്തിനെയാണ് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ വിഗ്രഹാർപ്പിതങ്ങളിലെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹം, അതിന് മറുപടി പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ്: അറിവ് ചീർപ്പിക്കുന്നു, എന്നാൽ സ്നേഹമോ എന്ത് ചെയ്യുന്നു, ആത്മീയ വർധന ചെയ്യുന്നു, അല്ലെങ്കിൽ എഡിഫൈ ചെയ്യുന്നു, ആത്മീയമായി വർദ്ധിപ്പിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ വളരുന്ന വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് അറിവ്, ആരെപ്പറ്റി, ദൈവത്തെ പറ്റിയുള്ള അറിവ്. രണ്ട് സ്നേഹം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ദൈവമുമ്പാകെ വരുമ്പോഴും ദൈവവചനമായിട്ട് ഇടപെടുമ്പോഴും ദൈവികമായ കാര്യങ്ങൾ ഇടപെടും ആരാധിക്കുമ്പോഴും ദൈവത്തോടടുത്തുള്ള എല്ലാ പ്രക്രിയകൾക്കകത്ത് നമ്മളിൽ ഉണ്ടായി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തെ പറ്റിയുള്ള അറിവ്, രണ്ട് ദൈവ സ്നേഹം. ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ നല്ല ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ഒന്നിലൊക്കെ പെട്ടുപോകാറുണ്ട്, മറ്റതിനെ തിരസ്കരിക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ വിശ്വാസത്തിന് നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഊന്നി പറയും. എന്താണ് അറിവ് എന്ന് ഞാൻ പറയാം. അറിവിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ 5 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. ഓൾറെഡി വായിച്ചതാണ്, ഞാൻ ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലെ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഒന്നാമത്തെ അറിവാണ്. 2, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. 2, മൂന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. ഇതാണ് ഈ അറിവ്. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. ഇതൊരു അറിവാണ്. നമ്മൾ ക്രിസ്തുവിൽ വളരുമുണ്ടാകുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അറിവാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ്? ഒത്തിരി പേര് ദേവന്മാർ, ദൈവങ്ങൾ എന്ന് പേരുണ്ടെങ്കിലും എന്താണ്? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു അറിവെന്ന് പറയുന്നത്. ദേവന്മാർ, ദൈവങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ അറിവ് എന്താണ്? ഏക ദൈവമായ പിതാവ് മാത്രമേ നമുക്കുള്ളൂ ദൈവമായിട്ട്. രണ്ടാമത്, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. ആ ദൈവവുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പറ്റിയുള്ള അറിവാണത്. എന്താണ്? അവൻ സകലത്തിനും കാരണഭൂതൻ, സകലത്തിനെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും ഉണ്ടാക്കിയവൻ ആ ദൈവമാണ്. ഏത്? ഈ ഏകദൈവമാണ് സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം. ഇതാണ് ഇസ്രായേൽ ജനം ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. എന്താണ് അർത്ഥം? എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇസ്രായേലെ കേൾക്കുക, യഹോവയായ ദൈവം ഏകനാകുന്നു. യാഹ്വേ ഒരുവനാണോ? യഹോവയായ ദൈവം ഏകനാണ്. ഇതാണ് അവർ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന പാഠം. അതാണ് അവരെ വിളിച്ച് പറയുന്നത്. അവരെ നമ്മൾ വാങ്ങി വിളിക്കുന്ന പോലത്തെ ഒരു പ്രയോഗം അവർക്കുണ്ട്. ആ വിളിക്കുന്ന ആ കോൾ ടു വർഷിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് തന്നെ, യഹോവയായ ദൈവം ഏകനാകുന്നു. ഈ തിരിച്ചറിവാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവ്. അപ്പോൾ ഇതിനെല്ലാം കാരണഭൂതനാരാണ്? ഈ കാണുന്ന സകല പ്രപഞ്ചത്തിൻ്റെയും സകലത്തിൻ്റെയും ഉടയവനായ കർത്താവാകുന്നു എന്ന് നമ്മൾ അറിയുന്നു. പിന്നെ എന്താണ്? നാം അവന് വേണ്ടി ജീവിക്കേണ്ടതാണ്.
ഇതാണ് മറ്റൊരു അറിവ്. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല എന്നൊക്കെ ഒത്തിരി വാക്യങ്ങൾ നമുക്കറിയാം. നാം നമുക്ക് വേണ്ടിയുള്ളവരല്ല, നാം ജീവിക്കുന്ന കർത്താവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ട്. ഇനി മറ്റൊന്ന്, യേശു ക്രിസ്തു ആരാണ്? ഏക കർത്താവാണ്. ഒരേ ഒരു കർത്താവേ ഉള്ളൂ. ആരാണ്? യേശു തമ്പുരാനാണ്. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഏക മധ്യസ്ഥൻ അവൻ മാത്രമേ ഉള്ളൂ. മറ്റ് ലോകത്ത് ആരും കർത്താവില്ല. ആ കാലത്ത് കർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന ആരാണ്? ലോർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ആര്? ചക്രവർത്തിയാണ്. എല്ലാ കാലത്തും രാജാക്കന്മാർക്ക് ഈ ദൈവ പദവി ഏറ്റെടുക്കാനുള്ള താല്പര്യമുണ്ട്. ഇന്ത്യയിലും നമ്മുടെ സംസ്കാരത്തിലേക്ക് ആ രീതികളുണ്ട്. ഒരാൾ നേതൃത്വത്തിൽ വന്നാൽ, ഉയർന്നു വന്നാൽ, ഇവൻ ട്രംപിന് വരെ ക്ഷേത്രമുള്ള രാജ്യമാണെന്ന് തോന്നുന്നു ഇന്ത്യ. അത് ഒരാൾ ഉയർന്നു വന്നാൽ അയാളെ ആരാധിക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക തലമുണ്ട്. നമുക്ക് മാത്രമല്ല, മറ്റു പല രാഷ്ട്രങ്ങളിലും ഉണ്ട് ആ രീതിയിലുള്ള ഹീറോ വർഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ എന്താണ്, അവനാണ് കർത്താവ്, ഏക കർത്താവ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് യേശു മാത്രമാണ് കർത്താവ് എന്ന് വിശ്വസിക്കുന്ന നമ്മളുള്ളത്. ഇനി അവൻ മുഖാന്തരം സകലതും, അവൻ മുഖാന്തരം നാമോ വന്നു. സകലത്തിൻ്റെയും മുഖാന്തരമാരാണ് യേശു കർത്താവ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പറയാൻ കാരണം അതാണ്. അപ്പോൾ നോക്കുക, ഇത്രയും അറിവുകൾ ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അവൻ ലോകത്തുള്ള സകലത്തിന്മേലൊരു ഉന്നതമായ അറിവ് ഉള്ള മനുഷ്യനായി മാറുന്നു. അവൻ്റെ അറിവ് മറ്റെല്ലാതിനെയും മുകളിൽ നിൽക്കാൻ പാകത്തുള്ള ബോധ്യത്തിലേക്കാണ് കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ അപ്പോസ്തലൻ പറയും, ഈ അറിവ് എല്ലാവർക്കുമില്ല. ഈ അറിവ് അത്ര എളുപ്പമല്ല, ആ അറിവ് എല്ലാവർക്കുമില്ല. അതുകൊണ്ട് ഈ അറിവില്ലാത്തവരെയാണ് അദ്ദേഹം ബലഹീനൻ എന്ന് വിളിക്കുന്നത്. അറിവുള്ളവർ ശക്തന്മാരാണ്. അവർക്ക് പ്രത്യേകത എന്താണെന്നറിയാമോ? 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, 9-ാമത്തെ വാക്യത്തിൽ. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പം നോക്കി. അപ്പോൾ നമ്മൾക്ക് ഈ അറിവുള്ളപ്പോൾ നമ്മുടെ പ്രത്യേകത, ലോകത്തുള്ള പലതിനെ നമുക്ക് തമസ്കരിക്കാൻ, കുഴപ്പമില്ല, അതിന് പ്രസക്തിയില്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരറിവുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതാണ് വിഗ്രഹാർപ്പിതവുമായി ബന്ധപ്പെട്ട ചോദ്യം. നമുക്കതിലേക്ക് വരാം. എന്താ അദ്ദേഹം പറയുന്നത്? എന്താണെന്നറിയാമോ? അറിവ് 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കുകയില്ലയോ? മതി, താങ്ക് യു. കാര്യം മനസ്സിലായോ? ഈ അറിവുള്ള എന്താ ചെയ്യുന്നത്? ഇവൻ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നു. അതെന്താ? ആ വിഷയം എന്താണ്? ഈ കൊരിന്ത്യൻ്റെ സംസ്കാരത്തിനകത്ത് ഞാനിങ്ങനെ വായിച്ചത് ഇങ്ങനെയാണ്. ഈ ആർക്കിയോളജി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്, 2 ക്ഷേത്രങ്ങളിൽ പബ്ലിക്കായിട്ട് ഭക്ഷണം കൊടുക്കുന്ന 2 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആദ്യ കാലങ്ങളിലെല്ലാം ഈ സാക്രിഫൈസ്, മൃഗങ്ങളെ യാഗം കഴിക്കുന്ന പ്രക്രിയയുണ്ട്. ഈ പല മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ മാംസം എന്ത് ചെയ്യും? ഇത് പുരോഹിതന്മാർക്ക് തന്നെ തിന്നെടുക്കാൻ കഴിയില്ല. അതിനൊരു പരിമിതി ഉണ്ടല്ലോ അവർക്ക് കഴിക്കാൻ, അവർക്ക് ബാക്കി വയ്ക്കാനൊക്കെ. ഇന്നത്തെ പോലെ പ്രോസസ്സിങ്ങും പരിപാടികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? ഇത് ക്ഷേത്രത്തിൽ തന്നെ ഭക്ഷണമായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നൊരു പ്രക്രിയയാണ്. ജനങ്ങൾക്ക് നേർച്ച പോലെയോ അല്ലെങ്കിൽ അന്നദാനം പോലെയോ ഒക്കെ കൊടുക്കുന്ന രീതി അന്നത്തെ 2 ക്ഷേത്രങ്ങളുണ്ടായിരുന്നെന്ന് കണ്ടെത്തിയതിന് അപ്പോൾ അതൊരു ശീലം, ഒരു ശൈലിയായിരിക്കണം കൊരിന്ത്യൻ ക്ഷേത്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഈ ഭക്ഷണത്തിനകത്ത് അവിടുത്തെ നാനാജാതി മതസ്ഥർ പങ്കുകൊള്ളും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കൺവെൻഷനുകളിലൊക്കെ, കൊട്ടാരക്കരയൊക്കെ ഉണ്ട്, സകല ആളുകളും പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. സകല ആളുകളും, ആ ദേശത്തുള്ള ചില ക്ഷേത്രങ്ങളിൽ സകല ആളുകളും, ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ ഇത് അല്ലെങ്കിൽ ദൈവവിശ്വാസവുമായി ക്ഷേത്രങ്ങളും ആരാധനകളും ബന്ധപ്പെട്ടുള്ള ഒരു പ്രക്രിയയാണ് ഭക്ഷണം കൊടുക്കുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ യാഗം കഴിച്ച മൃഗങ്ങളുടെ ശരീരം അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി, അതിൻ്റെ ആ മാംസം ഭക്ഷണമായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നു. അത് ആ നാട്ടിൽ ആളുകൾ വന്ന് കഴിക്കുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. എല്ലാവരും പങ്കുകൊള്ളാറുണ്ട്, എല്ലാവരും വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് വിശ്വാസത്തിലായ ആളുകളും പോയി എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ സംബന്ധിച്ച് ശീലമാണത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് കുറേ ശീലങ്ങളുണ്ടായിരുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇത് നമ്മളെ പലപ്പോഴും നമ്മളെ സംശയിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്താ കാരണം? വിഗ്രഹങ്ങൾ തെറ്റാണ് എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ വിഗ്രഹാർപ്പിതം ശരിയാണോ എന്നുള്ള ചോദ്യം നമ്മളിൽ തന്നെ ഉണ്ടാവും. ഇതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ വിശ്വാസികൾക്ക് അവിടെ ഉണ്ടായ പ്രശ്നം ഇതാണ്. ഈ ബലഹീനൻ എന്ന് പറയുന്നവൻ്റെ പ്രശ്നം എന്താണ്? അവൻ്റെ ഉള്ളിൽ വന്ന ചോദ്യം ഇതാണ്: വിഗ്രഹങ്ങൾ തെറ്റാണെങ്കിൽ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അർപ്പിച്ച
ഈ മാംസം കഴിക്കുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ ചോദ്യം അവനെ കുഴപ്പിച്ചു. പക്ഷേ ദൈവത്തെപ്പറ്റി വിശാലമായ അറിവുണ്ട് എന്ന് വിചാരിക്കുന്നവൻ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ദൈവത്തെപ്പറ്റി വിശാലമായ വലിയ അറിവുള്ള മനുഷ്യൻ അല്ലെങ്കിൽ അവനെപ്പറ്റി ഗ്രാഹ്യമുള്ള ഒരുവൻ, അവൻ നോക്കുമ്പോൾ ഈ ഭക്ഷണത്തിലൊന്നും വലിയ കാര്യമില്ല, ഈ വിഗ്രഹങ്ങൾക്ക് ജീവനില്ല എന്നാണ് അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും പ്രസക്തമായിട്ട് കാണേണ്ടതില്ല എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്യുന്നു? ക്ഷേത്രത്തിൽ പോയി ഭക്ഷണത്തിനിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ എന്ന് പറയുന്ന ഈ ഭക്ഷണമൊന്നും പ്രസക്തമല്ല. അവൻ മനസ്സിലാക്കുന്നു ഇതൊന്നും ദൈവമല്ല, ദൈവം സ്വർഗത്തിലെ ഏക ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ച് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അവൻ്റെ ബോധത്തിനനുസരിച്ച് ഇതിവിടെ പോയി ഭക്ഷണം കഴിച്ചാലും ഇതൊന്നും അവനെ ബാധിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ നമ്മുടെ ചില ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിലാവാറുണ്ട്. ചില ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത് ശരിയാണോ? ചില ആഘോഷങ്ങൾ ദിവസം നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളില്ലേ, അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറില്ലേ? അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ അത്തരം പശ്ചാത്തലത്തിൽ നിന്നാണ് ദൈവസേനയിൽ വരുന്നതെങ്കിൽ ഈ ചോദ്യം നമ്മളെ ഉള്ളിൽ എപ്പോഴും കുഴപ്പിക്കുന്നൊരു ചോദ്യമായിരിക്കും. ആ ചോദ്യം തന്നെയാണ് ഇവിടെയും ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അതിനകത്ത് പങ്കുകൊള്ളാമോ, പങ്കുകൊള്ളുന്ന തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ആഴമേറിയ അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ കാണാൻ കഴിയുന്ന ചില ആളുകളെ സംബന്ധിച്ച്, ഇത് ഞാനിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. പൗലോസ് തന്നെ പറയുന്നുണ്ട്, അകത്തേക്ക് പോകുന്നതല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്, മറിച്ച് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത്. ദുശ്ചിന്ത, ദുർവികാരങ്ങൾ, തെറ്റായ വാക്കുകൾ, ഇതെല്ലാമാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഈ അകത്തേക്ക് പോകുന്ന ഭക്ഷണത്തിൽ പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ പോയി ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിച്ചാലും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാലും ഒരുപോലെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, നീ ഈ പോയി കഴിക്കുന്നുണ്ട് നിൻ്റെ അറിവുകൊണ്ടാണ് നീ ചെയ്യുന്നത്, നിനക്ക് മനസാക്ഷിക്ക് പ്രശ്നമില്ല. പക്ഷേ ബലഹീനൻ എന്താ? 8ാമത്തെ വാക്യം, അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീരുന്നു. അപ്പോൾ ബലഹീനനായ മനുഷ്യൻ, ഇത്തരം അറിവുകളിലേക്ക് വരാൻ പറ്റാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? നീ കാണിക്കുന്ന മാതൃക അവനെ ബലഹീനനെ പിന്നെയും പിന്നെയും ക്ഷീണിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അവനെ തളർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അവരുടെ മനസാക്ഷി ബലഹീനമല്ല, മലിനമായി. അവരെ സംബന്ധിച്ച് അവർ ഈ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ഇത് തെറ്റായതാണ്, തിന്മയായതാണ്, പാപമായതാണ്, അശുദ്ധമായതാണ് എന്നുള്ള ബോധത്തിലേക്ക് അവർ കടന്നു പോവുക. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയിൽ ഈ വിഷയത്തിലും ഭിന്നതയുണ്ടായതിന് കാരണം. ചിലർ വിശ്വസിക്കുന്നു ഈ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, ചിലർ വിശ്വസിക്കുന്നു ഈ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമുണ്ട്. ഈ ഒരു പ്രശ്നത്തോടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിനോടാണ് മറുപടി പറയുന്നത്. നമ്മൾ നോക്കുക, അപ്പോൾ ആഹാരം, അതിനെപ്പറ്റി പറയുന്നത്, ആഹാരം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അതുപോലെ തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ പ്രത്യേകിച്ച് ആദായമൊട്ടും ഇല്ലാതാനും. അപ്പോൾ ഈ കഴിക്കുക എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുക, ഏത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഭക്ഷണം മാത്രമാണ്, സ്തോത്രം ചെയ്ത് ഭക്ഷിച്ചാൽ മതി അല്ലേ? അങ്ങനെ ചിന്തിച്ച് നോക്കി, ഏതെങ്കിലും നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണം ഏതെങ്കിലും ദൈവത്തിനോ ദേവതയ്ക്കോ അർപ്പിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, നമ്മുടെ പശ്ചാത്തലത്തിലും പറ്റില്ല. കാരണം എല്ലാവരും അവരുടെ വിശ്വാസം അനുസരിച്ച് അതിൻ്റെ ഒരു ഭാഗം ദൈവത്തിനും ദേവതയ്ക്കൊക്കെ വെച്ചതിന് ശേഷമായിട്ടാണ് വിതരണം ചെയ്യുക. അത് ഹോട്ടലാണെങ്കിലും കടകളാണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും അതാത് ദൈവവിശ്വാസങ്ങൾക്ക് ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാവർക്കും അവർ. അതുകൊണ്ട് ഇതിനുമായിട്ട് ബന്ധപ്പെടാത്ത നിരീശ്വരന്മാരാരും ഇത്തരം കാര്യങ്ങളെപ്പറ്റി, ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവില്ല, കാര്യമില്ല. അപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. ഈ അറിവ് എന്ന് പറയുന്ന ശക്തന്മാർ എന്ന് അദ്ദേഹം വിളിക്കുന്ന ആളുകളുടെ പ്രശ്നം, അവർ ക്ഷേത്രത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന ഒരുവൻ, അവൻ ബലഹീന മനസാക്ഷിയുള്ളവൻ, ഹൃദയത്തിൽ അവന് തകർച്ചയുണ്ടാകുന്നു, അവൻ പ്രശ്നത്തിലാവുന്നു, സംഘർഷത്തിലാവുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അവരുടെ ബലഹീന മനസാക്ഷിയെ നമ്മൾ ദണ്ഡിപ്പിക്കുകയാണ് എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിലൊരു ദണ്ഡനം ഉണ്ടാകുന്നുണ്ട്. അവൻ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടേ ഉള്ളൂ, ആഴമേറിയ അല്ലെങ്കിൽ ദർശനത്തിലേക്ക്, ആ ഉയർന്ന കാഴ്ചപ്പാടിലേക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ പാഠങ്ങൾ അവനെ സംബന്ധിച്ച് മനസ്സിന് മുറിവുണ്ടാക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ട്. രാഷ്ട്രീയമൊക്കെ വിട്ട്, രാഷ്ട്രീയ പരിപാടികളെല്ലാം കളഞ്ഞേച്ച് ഒരാൾ ദൈവസേനയിൽ വന്നു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾ രാഷ്ട്രീയപരമായിട്ട് ഇടപെടുകയാണെങ്കിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കുക?
അവൻ്റെ ഉള്ളിൽ ഒരു ചങ്കിടിപ്പുണ്ടാവും. ഇതൊക്കെ വിട്ടിട്ടല്ലേ ഞാനിവിടെ വന്നേ. കള്ളു കുടിക്കുന്ന സ്വഭാവമുള്ള ഒരാൾ കള്ളുകുടിയൊക്കെ നിർത്തി വളരെ മര്യാദയ്ക്ക് ദൈവസേനയിൽ വരികയാണ്. അന്നേരം അയാളേറെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇവിടെ സഭയുടെ കാര്യങ്ങൾ നിൽക്കുന്ന ഒരാൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് വിചാരിച്ചാൽ അയാളുടെ മനസ്സിടിഞ്ഞു പോവും. അപ്പം നമ്മൾ പലതും വിട്ടിട്ടാണ് ദൈവം ഓരോരുത്തരെ വിളിച്ച് ദൈവസേനയിൽ കൊണ്ടുവരുന്നത്. നമ്മൾ വളരുന്നതേ ഉള്ളൂ ക്രിസ്തുവിൽ. നമ്മൾ വളർന്നു വരുന്നതേ ഉള്ളൂ. 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് ബി ആൻഡ് ബീയിങ് എന്ന് പറയും, അതായത് ആവുക, ആയിത്തീരുക. കർത്താവായ യേശുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായിയായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ദൈവ പൈതലായി. പക്ഷേ നമ്മളതിനകത്ത് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തലം കൂടെയുണ്ട്. അത് ദിനം തോറും വളരുക. അതാണ് നമ്മളെപ്പോഴും പറയുന്നത് ക്രിസ്തുവിൽ വളരുക എന്ന പ്രക്രിയ. ആ വളർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലായി പോകും. ദിനംതോറും നമ്മൾ വളരുന്നില്ലെങ്കിൽ പ്രശ്നത്തിലായി പോകും. ഒരു ദിവസത്തിൽ ഉള്ളൊരു മാനസാന്തരമല്ല സംഭവിക്കേണ്ടത്, ദിനംതോറും മാനസാന്തരപ്പെടുന്നൊരു പ്രക്രിയയാണത്. അത് സംഭവിക്കാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ചയായി മാറും. നോക്കുക, ഇവിടെ അദ്ദേഹം പറയുന്ന വിഷയമാണ് ഇത്തരത്തിൽ പെരുമാറുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണ് അവിടെ ഉണ്ടാകുന്നത്. ബലഹീന മനസ്സാക്ഷി ഉള്ള ആ മനുഷ്യന് പ്രശ്നമുണ്ട്. 2 തരത്തിലുള്ള പാപത്തെ പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് നീ ചെയ്യുന്ന പ്രക്രിയ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നീ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്യുന്നു. 2ാമത്തെ കാര്യം, ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ഇപ്പോൾ 2 ഡയമെൻഷനിലുള്ള 2 ദിശയിലുള്ള പാപമാണ് സംഭവിക്കുക. പാപം എന്നൊന്നിപ്പം പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാലഘട്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പാപത്തെപ്പറ്റി പറയാൻ പാടില്ല. പാപം, മാനസാന്തരം എന്നുള്ള വാക്കുകളൊന്നും ഇപ്പോൾ കേൾക്കാറില്ല. ഇപ്പോൾ പ്രസംഗങ്ങളിൽ അനുഗ്രഹം, വളർച്ച, ഉയർച്ച, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഈ ഒരു ദൈവത്തിൻ്റെ വളർച്ച, ഉയർച്ച എന്നൊന്നും ചോദിക്കരുത്. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവത്തെ പിൻപറ്റുന്ന വചനം വായിക്കുന്ന ഒരാൾക്ക് പാപം എന്ന് പറഞ്ഞ വിഷയത്തെ ചോദ്യം ചെയ്യാനാവാതെ അതിനെ ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു എന്നൊക്കെ വചനം വ്യക്തമായി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നേരിടേണ്ടി വരുന്ന, വെല്ലുവിളിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് പാപം. കാരണം എത്രത്തോളം കാലം പിശാചും അവൻ്റെ പ്രവർത്തികൾ ലോകത്തിൽ നിൽക്കുന്നോ മനുഷ്യനെ പാപത്തിൽ കുടുക്കുക എന്നുള്ള അവൻ്റെ പ്രക്രിയയുടെ ഭാഗമാണ്. ഞാനും നിങ്ങളും എല്ലാം അറിഞ്ഞോ അറിയാതെ അതിൻ്റെ ആ വിഷയത്തിൽ കടന്നു പോകുന്നവർ. അതുകൊണ്ട് തന്നെ നമുക്ക് ദിനംതോറും മാനസാന്തരത്തിൻ്റെ അവസ്ഥ ഉണ്ടാകേണ്ടതായിട്ട് വരുന്നു. ശുദ്ധീകരണത്തിൻ്റെ, കഴുകലിൻ്റെ ആവശ്യം ഉണ്ടാകേണ്ടതായിട്ട് വരുന്നു. നമുക്ക് നമ്മളെ തന്നെ ദിനംതോറും പരിശോധന ചെയ്യേണ്ടത് ആവശ്യം വരുന്നു. എന്താണ്? പാപം പോലെ എല്ലായ്പ്പോഴും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന വരെ നമുക്കറിയാൻ പാടില്ലേ, എന്നെ പരീക്ഷയിൽ കടത്തരുതേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കാൻ കാരണതാണ്. പാപം എപ്പോഴും നമുക്കെതിരെ പരീക്ഷകളുമായി വരുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഏതെല്ലാം തരത്തിൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങൾ എല്ലാം നമ്മളെ ജീവിതത്തെ ഇങ്ങനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. നമുക്ക് കാണുന്ന കാഴ്ചകൾ അല്ലേ നല്ല ഫലമാണ്, പറിക്കണം, തിന്നണം എന്നൊക്കെ തോന്നും. കൺമോഹം, ജഡമോഹം നമുക്ക് ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യവഹാരത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റൊന്നാണ് ജീവനത്തിൻ്റെ പ്രതാപത്തോട് മോടിയോടി ജീവിക്കാൻ, ഏറ്റവും എല്ലാവരെക്കാളും നന്നായി ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനേക്ക് ജയിക്കാനുള്ള ഒരു കൃപയാണ് ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന്, ദൈവാത്മാവിൽ നിന്ന് ലഭിക്കേണ്ടത്. പക്ഷേ നാം ഇന്ന് കേൾക്കുന്നതിൽ അധികവും ഇതൊന്നുമല്ല, ഈ വിഷയങ്ങളല്ല, അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാതെ നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മുടെ പ്രശ്നം ഇതാണ്, നമുക്ക് എങ്ങനെയാണ് ഈ 2 പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? എൻ്റെ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അറിവ് കൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തെ നയിക്കുമ്പോൾ ഞാൻ 2 പാപങ്ങൾ ചെയ്യുന്നു. ഒന്ന് ക്രിസ്തുവിനെതിരായി, 2 ദൈവ പൈതലിനെതിരായി, ബലഹീനനായ എൻ്റെ സഹോദരനെതിരായി. എന്താണ് ഇതിൻ്റെ കാരണം? അതാണ് ആദ്യത്തെ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്താണ്? ഒന്ന് അറിവ്, 2ാമത്തെ കാര്യം എന്താണ്? സ്നേഹം. ഈ ദൈവസ്നേഹത്തിൻ്റെ ആസ്പെക്റ്റിലാണ് എനിക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ അറിവ് പോലെ തന്നെ, ദൈവത്തെപ്പറ്റിയുള്ള എൻ്റെ അറിവ് പോലെ തന്നെ ദൈവസ്നേഹം എന്നിൽ നിലനിൽക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അതാണ് പൗലോസ് അവസാന വാക്യം പറയുന്നത്, എൻ്റെ സഹോദരന് എൻ്റെ ആഹാരം എൻ്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ ഞാൻ ആ സഹോദരൻ ഇടച്ച വരുത്താതിരിക്കേണ്ടത് ഞാൻ ഒരു നാളും മാംസം കഴിക്കുകയില്ല. അതാണ് അതിൻ്റെ തീരുമാനം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എൻ്റെ ഇടപാടുകൾ എൻ്റെ നല്ല ഉത്തമ ബോധ്യത്തിൽ നിന്നായിരിക്കാം ഞാൻ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സഹോദരന്, എൻ്റെ സഹപ്രവർത്തകന്, എൻ്റെ കൂടെയുള്ള ദൈവപൈതലിന് ഇടർച്ച ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു, ഞാൻ തന്നെ ഒഴിവായി കൊടുക്കാം, ഞാൻ അതിൽ നിന്ന് മാറിക്കൊടുക്കാം
എന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇതിൻ്റെ മറുപടി. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവികമായ അറിവുകളും ദൈവസ്നേഹത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആവശ്യമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആവശ്യമാണ്. ആ കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ നമ്മളെ വളരാനും സാമൂഹ്യമായി ജീവിക്കാനും നമ്മളെ സഹായിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ ആ ബലഹീന സഹോദരൻ നമ്മളാൽ നശിച്ചു പോകുന്നു എന്നുള്ള പ്രക്രിയ, എന്നുള്ള പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവന് ഹൈന്ദവ വിശ്വാസത്തിലൊക്കെ നിന്ന ആളാണ്. അപ്പോൾ ഞാനിവിടെ മണക്കാലെ പഠിക്കുന്ന കാലത്ത് പുള്ളിക്കാരനുമായിട്ട് നല്ല ബന്ധങ്ങൾ, ഞങ്ങളിവിടുന്ന് ചെല്ലുമ്പോഴൊക്കെ പുള്ളിയുടെ ജീവിതത്തിൽ ഒത്തിരി നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് ഒരു പൂജാരിയോ അങ്ങനെ എന്തൊരാൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ചില ആളുകൾ നിങ്ങൾക്കെതിരെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നീണ്ട കഥയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതായിട്ടൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരം തുടർന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ലോജിക്ക് പുള്ളിയോട് ചോദിച്ചു. കാരണം ഞങ്ങളെല്ലാം പണ്ട് സംസാരിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, കുറച്ചും കൂടെ സാമൂഹ്യ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം എന്നോട് ഇങ്ങനെ, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ സംസാരം തുടർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിന് നാശങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, അദ്ദേഹം രോഗിയാവുന്നുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിൻ്റെ പിന്നാലെയാണ് ഈ ചോദ്യം വന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ദ്രോഹം ചെയ്യുന്ന, ദോഷം ചെയ്യുന്നത് നമ്മുടെ ശത്രുവാണല്ലോ, നമ്മൾ എതിരാളിയാണല്ലോ. നമുക്ക് ദ്രോഹം ചെയ്യുന്നതാണെങ്കിൽ അത് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് അത് ഒരു മനുഷ്യ പ്രക്രിയക്കപ്പുറത്തൊരു നമ്മൾക്കെതിരായി നിൽക്കുന്ന പിശാച് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ് എന്നൊക്കെ ഞങ്ങളുടെ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പം അതിനോട് രണ്ട് സമീപനമുണ്ട് ലോകത്ത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് കീഴ്പ്പെട്ട് കൊടുക്കുക, അംഗീകരിച്ചു കൊടുക്കുക, എഗ്രിമെൻറ്റിൽ പോവുക. രണ്ട്, എതിർത്ത് തോൽപ്പിക്കുക, പിശാചിൻ്റെ പ്രവർത്തനത്തിൽ എതിർത്ത് തോൽപ്പിക്കുക. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളതിനെ എതിർത്ത് തോൽപ്പിക്കുന്നവരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് പോവാം. ഏതായാലും ഞങ്ങൾ പരിപാടി ആരംഭിച്ചു. ഇവൻ്റെ ജീവിതത്തിൽ വിടുതലുകൾ ആരംഭിച്ചു. ഇവനെ കൊണ്ട് ഞാനൊരു പാസ്റ്റർ എടുത്തിരുന്നു. ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഇവൻ്റെ ശരീരത്തിൽ നിലത്ത് കിടന്ന് പൊളയുന്നതൊക്കെ ഞാൻ കണ്ടു. അവൻ്റെ കുടുംബത്തിന്, ഭാര്യയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. ദൈവം ഓരോന്നോരോന്നേരം മാറ്റി. ആ പാസ്റ്ററുടെ, എൻ്റെ ചർച്ചിലല്ല, വേറൊരു പാസ്റ്ററിലാണ്. എനിക്ക് ആ പാസ്റ്ററെ നേരിട്ട് അറിയാവുന്നവർ, അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ട് വിട്ടു. അവിടെ അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് മണക്കാലയിൽ അവധിക്കാലം ചെല്ലുമ്പോഴൊക്കെ ഇദ്ദേഹം ഓരോ സ്വപ്നങ്ങളും ദർശനങ്ങളൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിക്കും, ഇതിൻ്റെ അർത്ഥം എന്താ, ഇതെങ്ങനെ. അപ്പോൾ ഞങ്ങൾ മണിക്കൂറുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അന്നത്തെ രീതി. പക്ഷേ ഞാനിവിടെ 3-4 വർഷമൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞു, ഇദ്ദേഹം ആ ചർച്ചയിൽ നിന്ന് വേറെ ഇടത്തേക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം അന്നേരം ഇതുപോലെ ഫോണും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആ പ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു മാറ്റം എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വരെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെ ചോദിച്ചെങ്കിൽ ഈ പ്രാവശ്യം ഇദ്ദേഹം പറയുന്നത്, ആ പാസ്റ്റർക്കൊരു കുഴപ്പമുണ്ട്, ഈ വിശ്വാസിക്കൊരു പ്രശ്നമുണ്ട്, ആ സഭ ശരിയല്ല. ഇദ്ദേഹം പുതിയൊരു സഭയിലേക്ക് മാറിക്കഴിഞ്ഞു ഈ സമയം കൊണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹത്തിന് ഈ ഡ്രമ്മൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നുകൊണ്ട് അത് വായിക്കാനെന്നൊക്കെ പറഞ്ഞ് ഈ പാസ്റ്റർ പതുക്കെ ഇവിടെ നടത്തി ഇങ്ങോട്ട് കൊണ്ടുപോയതാണ് ഇദ്ദേഹത്തെ. അവിടെ കൊണ്ടുപോയി പരിപാടിയൊക്കെ നടന്നു. പക്ഷേ ഇദ്ദേഹത്തിനുള്ളിലേക്ക് വളരുന്ന ആ ശിഷ്യൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞു. ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്ന മുഴുവൻ ജഡ്ജ് ചെയ്യുന്ന മനുഷ്യനെയാണ് കാണുന്നത്. ജഡ്ജ് ചെയ്യുന്ന പാസ്റ്റർമാരെ, വിശ്വാസികളെ, ദൈവമക്കളെ ജഡ്ജ് ചെയ്യുന്ന മനുഷ്യനെയാണ്. ഞാൻ അതിൻ്റെ അപകടം മണത്തു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിന് അവിടെ വിലയുണ്ടായിരുന്നില്ല. അത്രമാത്രം ഇദ്ദേഹം ഒരു മച്ചുറായ വിശ്വാസിയായി കഴിഞ്ഞു. ദൈവത്തെപ്പറ്റി ഭയങ്കര അറിവ്, ദൈവദാസന്മാരെ പറ്റി അറിവ്, സഭയെപ്പറ്റി അറിവ്, ഭയങ്കരമായ അറിവുകൾ. ആ അറിവുകളെ പറ്റിയാണ് ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ ശരിയായ ശിഷ്യത്വത്തിലൂടെ പോകുന്നില്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഈ അവസാനത്തെ പേജ് അങ്ങ് വായിച്ചു കഴിയും. നോവലിൻ്റെ അവസാനത്തെ പേജ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യൂരിയോസിറ്റി ഇല്ല, അല്ലേ? പിന്നെ നമുക്ക്
ഒന്നുമില്ല. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ക്രമമായി വായിക്കേണ്ടതിന് പകരം നമ്മൾ അവസാനത്തെ പേജ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിക്കാനുള്ള ആഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ അറിവിന് ഭയങ്കര ഒരു അപകടമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും പുതിയ ശിഷ്യനെ നിങ്ങൾ നേതൃത്വം ഏൽപ്പിക്കരുതെന്ന് പറയാൻ കാരണം അതാണ്. അവൻ പഠിച്ച് തന്നെ വളരണം. കാരണം ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് സംഭവിക്കുന്നതെന്നറിയാമോ, നമ്മൾ പണ്ടെന്നോ പഠിച്ചു വെച്ച ഒത്തിരി കാര്യങ്ങളെ അൺലേൺ ചെയ്തിട്ട് പുതിയത് ചിലത് പഠിക്കണം. ദൈവത്തോടൊപ്പം എങ്ങനെ നടക്കണം, ദൈവത്തോട് എങ്ങനെ സംസാരിക്കണം, ദൈവത്തിൽ നിന്ന് എങ്ങനെ പ്രാപിക്കണം എന്നുള്ള ആ അറിവ് ക്രമാനുഗതമായി പഠിച്ചു വന്നാൽ മാത്രമേ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന തെറ്റായ കുറേ കാര്യങ്ങളെ മാറ്റാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ സഹോദരന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ അവിടുന്ന് വേറെ സഭയിൽ പോയി അങ്ങനെ പല മാറി അവസാനം ഇപ്പോഴൊന്നുമില്ലാത്ത രീതിയിൽ അവൻ അവിടുന്ന് പിന്മാറിപ്പോയി കഴിഞ്ഞു. ആരാ ഇതിനകത്ത് അപകടം കാണിച്ചേ? മാന്യമായി ന്യായമായിട്ട് വളരേണ്ടെന്ന് അവനെ പെട്ടെന്ന് വളർത്തി പഫ് ചെയ്ത്, അതിവിടെ പറഞ്ഞ പഫപ്പ് എന്നെ അതിൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ചീർപ്പിക്കുന്നു. അറിവ് ചീർപ്പിക്കുന്നു. നമ്മളിൽ അറിവ് ചീർപ്പിച്ച് കഴിഞ്ഞാൽ പഫ് ചെയ്യാന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ഇങ്ങനെ വീർത്തു വരും, ഇങ്ങനെ കുമള പോലെ. അതൊന്ന് തൊട്ടാൽ അത് പൊട്ടിപ്പോവും, അത്രയേ ഉള്ളൂ. ഇതാണ് പലപ്പോഴും അപകടകരമായ അറിവുകൾ നമ്മളെയും കൊല്ലും, നമുക്ക് ചുറ്റുമുള്ളവരെയും കൊല്ലും. അറിവുകൾ ക്രമാനുഗതമായി ദൈവത്തിൽ നിന്നും പ്രാപിക്കുക വേണ്ടേ. അതിൻ്റെ ഒരു ബാലൻസിങ് ആണ് ദൈവസ്നേഹം എന്ന് പറയും. ദൈവസ്നേഹത്തിൻ്റെ ഒരു ബാലൻസിങ്ങിൽ വളർന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവർക്കും വളരാൻ കഴിയുള്ളൂ. ദൈവസ്നേഹത്തിൽ നാം മറ്റുള്ളവൻ്റെ വളർച്ചയും കൂടെ ശ്രദ്ധിക്കുന്നു, അവൻ്റെ ആത്മീയ ജീവിതവും കൂടെ ശ്രദ്ധിക്കുന്നു. അവൻ തളർന്നു പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അവനും വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതാണ് വിഗ്രഹാർപ്പിതങ്ങളെ പറ്റിയുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട് പൗലോസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠം തരുന്നതെന്നറിയാമോ, നമ്മൾ മാത്രമല്ല ഉള്ളത്, നമുക്ക് ചുറ്റും കുറേ മനുഷ്യരുണ്ട്. ഞാൻ സ്നേഹിക്കേണ്ട, ഞാൻ ബഹുമാനിക്കേണ്ട കുറേ ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട്. ഞാൻ ആ സമൂഹത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ താല്പര്യങ്ങൾ മാത്രമല്ല സംരക്ഷിക്കപ്പെടേണ്ടത്, എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല, മറ്റുള്ളവരും ഞാൻ ഒരുമിച്ചാണ് വളരുന്നത് എന്നുള്ള അറിവാണ്. ആ അറിവ് നഷ്ടപ്പെട്ട കാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്നറിയാമോ, ദൈവജനമെല്ലാം ഒറ്റപ്പെട്ട് വളരുന്ന കാലഘട്ടത്തിലാണ്. എനിക്ക് നിങ്ങളെക്കാളും മുന്നേ പോകണമെന്നുള്ള ഒരു ത്വര എങ്ങനെയോ ദൈവസഭയ്ക്കകത്ത് വളർന്നുകൂടി. അതുകൊണ്ട് പിശാച് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു യുദ്ധത്തിൽ ഒരു ഭടനും ഒറ്റയ്ക്ക് മുന്നേറില്ല, അവരൊരുമിച്ച് യുദ്ധത്തിൽ മുന്നേറത്തുള്ളൂ. അതറിയാൻ പാടില്ലാതെ ഞാനൊരു വില്ലാളി വീരനായിട്ട് മുന്നോട്ട് കയറി ചെന്നാൽ ആദ്യത്തെ അമ്പേൽക്കുന്നത് എനിക്ക് മാത്രമായിരിക്കും. ഇത് യുദ്ധ നിയമങ്ങളാണ്. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ഞാൻ മുഖാന്തരം അല്ലെങ്കിൽ എൻ്റെ അപക്വമായ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ക്ഷീണം സംഭവിക്കാൻ പാടില്ല, മറ്റൊരാൾ തളരാൻ പാടില്ല. ഞാൻ ആവേണ്ടതല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് ബോധ്യമുണ്ടായിരിക്കും ഇത് കുഴപ്പമില്ല എന്ന്. ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് മറ്റൊരാൾക്ക് മുറിവേറ്റാൽ, ചീത്ത പറഞ്ഞ് ശീലിച്ച ഒരാൾ ചീത്ത പറച്ചിൽ നിർത്തിയിട്ട് ദൈവസേനയിൽ വരുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരാൾ ചീത്ത പറഞ്ഞാൽ എന്താ ഈ അവസ്ഥ? അവൻ കൺഫ്യൂസ്ഡായി പോകും, അവൻ ബലഹീനനായി പോകും. വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ വഴക്കെല്ലാം നിർത്തി ദൈവസേനയിൽ വരുന്നു. അപ്പം നമ്മൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെന്താ മനസ്സിലാക്കുക? ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുണ്ട്. തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, ദൈവത്തെ അറിയാത്തൊരാൾ തെറ്റിൻ്റെ വഴികളിൽ നിന്ന് അതെല്ലാം വിട്ട് മടങ്ങി ദൈവസേനയിൽ വരുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം നാം ചെയ്യുന്ന പാപം ആർക്കെതിരെയാണ്? ആ സഹോദരനെതിരെ മാത്രമല്ല, ക്രിസ്തുവിനെതിരെ കൂടിയാണ്. എന്തുകൊണ്ട്? കാരണം ക്രിസ്തു അവനും കൊണ്ട് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്നുള്ള അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് ശരിയായ അറിവ്, അതാണ് പക്വതയുള്ള അറിവ്. ക്രിസ്തു എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ് മരിച്ചതെന്നുള്ളതാണ് യഥാർത്ഥ അറിവ്. നാം ഇന്ന് കർത്താവിൻ്റെ മേശയെ പങ്കെടുത്തു, അവൻ്റെ ശരീരത്തെ വിഭജിച്ചു, നാം ഒന്നിച്ചു കഴിച്ചു. എന്താണ്? നാം എല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ള അറിവാണ്. അതാണ് പക്വമായ അറിവ്. ആ പക്വതയുള്ള അറിവിനകത്ത് എനിക്ക് മറ്റുള്ളവരോടുള്ള കരുതലുണ്ടാവും. മറ്റുള്ളവൻ മറ്റുള്ളവർ താഴെ പോകരുത്, അവൻ ക്ഷീണിച്ചു പോകരുത്, എൻ്റെ പ്രവൃത്തിയിൽ മറ്റൊരാൾക്ക് ക്ഷയമുണ്ടാവരുതെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ എൻ്റെ ഇടപെടലുകളോ എനിക്ക് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് അതിനകത്ത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.
നമ്മൾ വിശ്വാസ ജീവിതത്തിൽ പലതും വിട്ടിട്ടാണ് ഒത്തിരി പേര് കർത്താവിലേക്ക് വന്നത്. ഒത്തിരിയേറെ പാപ വഴികൾ വിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ആ പാപ വഴികൾ ഒരിക്കൽ പോലും ന്യായീകരിക്കപ്പെടാനോ നീതീകരിക്കപ്പെടാനോ കൺഫ്യൂസ്ഡ് ആകാനും പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്ഷേത്രത്തിൽ ഇരുന്ന് നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ മറ്റൊരുവനത് പ്രയാസമുണ്ടാക്കിയേക്കാം, അവൻ്റെ മനസാക്ഷിക്ക് ക്ഷയമുണ്ടാക്കിയേക്കാം. നമ്മുടെ ജീവിതം കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസം ജീവിതം കൊണ്ട് മറ്റുള്ളവർ കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കും സമാശ്വാസം ഉണ്ടാകണം. അവന് വേണ്ടി പലപ്പോഴും നമ്മൾ പല വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് പലതും നമ്മൾ മാറ്റിവെക്കാം. നമുക്ക് എന്തിനു വേണ്ടി? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ജീവിത ശൈലിയിൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വരുത്തേണ്ടി വന്നു. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് വടക്കേന്ത്യയിൽ പ്രവർത്തിച്ചതിന് ശേഷം തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ, ഇത് പറയാൻ നാണമുള്ള കാര്യം, എനിക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ തമ്മിലൊരു കൺഫ്യൂഷൻ വരുന്നൊരു പ്രശ്നമുണ്ടായി. ഞാൻ എത്രത്തോളം ശ്രമിച്ചാലും മലയാളത്തിൽ തന്നെ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം അതായിരുന്നു. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ ഒരാൾക്ക് ഇടച്ചുണ്ടാകാൻ പാടില്ല, ആവശ്യമില്ലാതെ. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. പ്രായം ചെന്ന അപ്പനമ്മമാർക്ക് എൻ്റെ ഈ പ്രകടനങ്ങൾ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ഒത്തിരി ശ്രമിക്കാറുണ്ട്. അത് സ്ലോവിലി ഞാൻ സംസാരിക്കേണ്ടി വന്നു. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ശൈലികൾ, നമ്മുടെ ഇടപെടലുകൾ എല്ലാം മറ്റൊരാൾക്ക് വളരാനായിട്ട് സഹായമുണ്ടാകണം. നമുക്ക് ഇഴുകിച്ചേരാനും ഒരുമിച്ച് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനപ്പുറത്തേക്ക് എൻ്റെ അറിവ്, എൻ്റേതായ വളർച്ച, എൻ്റെ ഉയർച്ച, എൻ്റെ യാത്ര, ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്കൊരു വലിയ അപകടം ഉണ്ടാകും. നമ്മളെന്ത് ചെയ്യും? നമ്മൾ മറ്റാർക്കൊക്കെയോ മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുന്നവരായി, പാപം ചെയ്യുന്നവരായിട്ട് മാറുന്നു. ഇന്ന് പൽക്കാലം ഒന്ന് ഓർത്തിരിക്കാമോ? ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? കർത്താവേ, ഞാൻ എവിടെയെങ്കിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളിലൂടെ ഇടപെടുന്നുണ്ടോ? നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുമോ? നമ്മളാരും വിഗ്രഹങ്ങളുമായിട്ട് ഇടപെടുന്നവരല്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഈ വാക്യത്തിന് നേരിട്ട് നമ്മളോട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മുടെ ചില വിഗ്രഹങ്ങളൊക്കെ പലപ്പോഴും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. നമ്മുടെ വിഗ്രഹങ്ങൾ പല രൂപത്തിലാണ് വരുന്നത്. നമ്മുടെ വിഗ്രഹങ്ങൾ വീടും കാറും ഒക്കെ ആയിട്ട് വരും. നമ്മുടെ വിഗ്രഹങ്ങൾ പലപ്പോഴും നമ്മുടെ സമ്പത്തും നമ്മുടെ എന്തൊക്കെയോ നമ്മുടെ കയ്യിൽ നമ്മളല്ലാതാക്കുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ, അതൊക്കെ പലപ്പോഴും നമ്മുടെ വിഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പല കാര്യങ്ങളിലും ഉയർത്തി കാണിക്കുമ്പോൾ നമ്മൾ ഉയർന്നിൽക്കും മറ്റൊരുത്തിന് ദണ്ഡനം ഉണ്ടാക്കുന്നുണ്ടോ? ഈ നബി പഠിപ്പിച്ചൊരു പാഠമുണ്ട്, ഞാനിങ്ങനെ വായിച്ചിട്ടുള്ള, അനാഥരുടെ മുമ്പിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ താലോലിക്കരുതെന്ന് പറയുന്നൊരു പറയും ഞാൻ കേട്ടിട്ടുണ്ട്. അനാഥർ മുമ്പിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ താലോലിക്കരുത്. അതൊക്കെ ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയമാണ്. നമ്മുടെ സന്തോഷ പ്രകടനങ്ങൾ, നമ്മളുടെ ജീവിതത്തിൻ്റെ പല പ്രക്രിയകൾ ആരെങ്കിലും ക്ഷീണിപ്പിക്കുകയോ തളർത്തിക്കളയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുണപരമല്ല, മറിച്ച് അവർക്ക് ദണ്ഡന കൊടുക്കുന്നത്. ജീവിതത്തിനകത്ത് പരാജയങ്ങൾ നേരിട്ട് വാങ്ങിയ ഒരാളുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്നാ സംഭവിക്കുന്നറിയാമോ? ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഹൃദയം വിങ്ങുന്നുണ്ടാവും. നമുക്ക് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാവണം. അതൊക്കെ മക്കളില്ലാത്തവരുടെ മുമ്പിൽ മക്കളുടെ ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനകളുണ്ടാവും. കുടുംബജീവൻ തകർന്നതിന് മുമ്പിൽ കുടുംബജീവിതത്തെപ്പറ്റി നമ്മൾ പൊക്കി പറയുമ്പോൾ, സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മുറിവുകളുണ്ടാകാം. പണമില്ലാതെ ഞരങ്ങുന്നതിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ നേട്ടങ്ങളെയും നന്മകളെയും നമ്മൾ പരിധിയിലധികം പൊക്കി പറയുമ്പോൾ അവർക്ക് നോവുണ്ടാകും. കർത്താവേ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ എന്താ മാറ്റം വരാതെ? ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ജീവിതം പലരെയും മുറിപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കാനായിട്ട് ദണ്ഡിപ്പിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും നമ്മളതിനെപ്പറ്റി ബോധേഡാവാറില്ല. നമുക്ക് ചില കാര്യങ്ങളിൽ മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പാൽക്കാലം ദിവസം എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ഒരുമിച്ച്